സഹോദരങ്ങളെ, ഇന്ന് നവംബർ 22, ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയുടെ തിരുനാൾ. എല്ലാ സിസിലി നാമധാരികൾക്കും തിരുനാളിന്റെ മംഗളങ്ങൾ പ്രത്യേകമായി നേരുന്നു. പുരാതന റോമിൽ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന വിശുദ്ധിയായിരുന്നു സിസിലി. റോമിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വന്നു. അലക്സാണ്ടർ സെവറസിന്റെ ഭരണകാലമായിരുന്നു അത്. അവൾ കന്യകയായി ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വലേറിയൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ചു. എന്നാൽ കിടപ്പറയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ധൈര്യവും സംഭരിച്ച് സിസിലി തന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു രഹസ്യം പറയുവാനുണ്ട്. എന്റെ ശരീരത്തിന്റെ കാവൽ നിൽക്കുന്ന ദൈവത്തിന്റെ മാലാഖയായ ഒരു കാമുകൻ എനിക്കുണ്ട്. തനിക്ക് ആ മാലാഖയെ കാണിച്ചു തന്നാൽ താൻ ക്രിസ്തുവിൽ വിശ്വസിക്കാമെന്ന് വലേറിയൻ വാക്കുകൊടുത്തു. എന്നാൽ മാമോദിസ കൂടാതെ ഇത് സാധ്യമല്ലെന്ന് സിസിലി വലേറിയനെ ധരിപ്പിച്ചു. അതിന് പ്രകാരം അദ്ദേഹം ഉർബൻ പാപ്പയിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തിരിച്ചു വന്നപ്പോൾ സിസിലി തന്റെ മുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതും അവളുടെ സമീപത്തായി ദൈവത്തിന്റെ മാലാഖ നിൽക്കുന്നതും വലേറിയൻ കണ്ടു. മാലാഖ അവരിരുവരുടെയും ശിരസിൽ പൂക്കൾ കൊണ്ടുള്ള ഓരോ മുടികൾ വെച്ചിട്ട് അപ്രത്യക്ഷമായി. സന്തോഷം കൊണ്ട് നിറഞ്ഞ വലേറിയൻ അദ്ദേഹത്തിന്റെ സഹോദരനെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഇതറിഞ്ഞ അധികാരികൾ ഇവരെ ശിരച്ഛേദം ചെയ്ത് വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അവരുടെ ശവശരീരങ്ങൾ സംസ്കരിക്കാൻ മുന്നോട്ട് വന്ന സിസിലിയും പിടിക്കപ്പെട്ടു. തിളച്ച വെള്ളത്തിലിട്ട് കൊല്ലുവാനായിരുന്നു കൽപ്പന. ഒരു പകലും ഒരു രാത്രിയും തിളച്ച വെള്ളത്തിൽ കിടന്നിട്ടും അവൾ മരിച്ചില്ല. പിന്നീട് തലയിലും നെഞ്ചിലും ആഴത്തിൽ മുറിവുണ്ടാക്കി. പക്ഷെ ചോര വാർന്ന് 3 ദിവസം മരിക്കാതെ കിടന്നു. അവസാനം അവൾ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് മരണം വരിച്ചു. ദേവാലയ സംഗീതത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായിട്ടാണ് വിശുദ്ധ സിസിലി അറിയപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിശുദ്ധ സിസിലിയെ ശക്തിയായ സംരക്ഷകയും സംഗീതത്തിന്റെ മധ്യസ്ഥയുമായി ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധയുടെ വിശ്വാസ തീഷ്ണതയിലും മധ്യസ്ഥതയിലും ആശ്രയിക്കുന്ന ഞങ്ങളെ ദയയോടെ തൃക്കൺ പാർക്കണമേ. ഈ വിശുദ്ധിയോടുള്ള അങ്ങയുടെ സ്നേഹത്തിന്റെ അടയാളമായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.